നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ആണ്. The correct decreasing order of Okay. The correct decreasing order of priority of functional group in naming an organic compound as per IUPAC system of nomenclature. ഡിക്രീസിങ് ഓർഡർ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രയോറിറ്റി കൂടുതലുള്ള ഗ്രൂപ്പിൽ നിന്ന് പ്രയോറിറ്റി കുറവുള്ള ഗ്രൂപ്പിലോട്ട് പോകണം അല്ലേ? ഇപ്പൊ നാല് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഡിഫറെന്റ് ആണ് ഓപ്ഷൻസിൽ. ചിലതിൽ കീറ്റോൺ ഉണ്ട്, ചിലതില് അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ കറക്റ്റ് ഓർഡർ ആണ് അവര് ചോദിച്ചിരിക്കുന്നത്. സോ ആക്ച്വലി ഇതാണ് ഓർഡർ. നിങ്ങൾ ഓർഡർ കണ്ടോ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ ഓർഡർ? യെസ്. ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആസിഡിനാണ്, രണ്ടാമത്തെ പ്രയോറിറ്റി എസ്റ്ററിനാണ്, മൂന്നാമത്തെ പ്രയോറിറ്റി ആസിഡ് ഹാലൈഡ്, നാലാമത്തെ പ്രയോറിറ്റി അമൈഡ്, ദെൻ നൈട്രൈല്, ദെൻ ആൽഡിഹൈഡ്, ദെൻ കീറ്റോൺ, ദെൻ ആൽക്കഹോൾ, ദെൻ അമീൻ. ഇങ്ങനെയാണ് പ്രയോറിറ്റി പോണത്. ഈ ചാർട്ട് ഞാൻ തരാം നിങ്ങൾക്ക്. ക്ലാസ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ചാർട്ട് ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾ ആ ചാർട്ട് എഴുതിയെടുക്കുക. നിങ്ങൾ ലൈവ് റെക്കോർഡ് ക്ലാസ് കേട്ടിട്ടുള്ളവരാണെങ്കിൽ ഈ ചാർട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ ചാർട്ട് വെച്ചിട്ട് വേണം നമ്മൾ പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സാധനം ബൈഹാർട്ട് പഠിച്ചിട്ടല്ല പ്രോബ്ലംസ് ചെയ്യേണ്ടത്, ഇത് വെച്ച് നോക്കിയിട്ടാണ് പ്രോബ്ലംസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഫോർമുലാസ് എല്ലാം നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവണം. അത് നോക്കി വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാക്കി പ്രോബ്ലംസുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ചാർട്ട് കേട്ടോ. ദിസ് ഈസ് ദ ചാർട്ട്. അപ്പൊ ഈ ചാർട്ട് അനുസരിച്ചിട്ട് നമ്മുടെ പ്രോബ്ലം എന്തൊക്കെയാ? ആദ്യത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്താ? ആസിഡ് അമൈഡ്, ആസിഡ് ഹാലൈഡ്, ആൽഡിഹൈഡ്. അത് തെറ്റാണ് അല്ലേ? കാരണം അമൈഡ് ഒരിക്കലും ആസിഡ് ഹാലൈഡിന് മുന്നേ വരില്ല. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾ ശരിയല്ലേ? അമൈഡ് കിടക്കണത് 5-ലാണ്, ആസിഡ് ഹാലൈഡ് കിടക്കണത് 4-ലാണ് പ്രയോറിറ്റി അനുസരിച്ചിട്ട്. അപ്പൊ അത് തെറ്റല്ലേ? ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. സോ ദിസ് ഈസ് റോങ്. രണ്ടാമത്തെ ഓപ്ഷനോ? ആസിഡ് ആദ്യം വന്നിട്ടുണ്ട്, പിന്നെ ആസിഡ് ഹാലൈഡ്, പിന്നെ അമൈഡ്, പിന്നെ നൈട്രൈല്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അമൈഡ് കഴിഞ്ഞിട്ടാണ് നൈട്രൈല്, ആസിഡ് കഴിഞ്ഞിട്ടാണ് ആസിഡ് ഹാലൈഡ്. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. മൂന്നാമത്തെയോ? ആസിഡ് ഹാലൈഡ് ആദ്യം വരണം, എന്നിട്ടാണ് എസ്റ്റർ വരാൻ പാടുള്ളൂ. അപ്പൊ അത് തെറ്റാണ്. ആസിഡ്, എസ്റ്റർ, അമൈഡ്, ആസിഡ് ഹാലൈഡ്. ആസിഡ് ഹാലൈഡ് ലാസ്റ്റ് കിടക്കണേ. ആസിഡ് കഴിഞ്ഞിട്ട് ആസിഡ് ഹാലൈഡ് വരണം. സോ ആൻസർ ഈസ് ബി. ആൻസർ ഈസ് ബി. നിങ്ങൾക്ക് ഈ ചോദ്യം മനസ്സിലായോ? ജസ്റ്റ് പ്രയോറിറ്റി ഓർഡർ അവർ ചോദിച്ചിരിക്കുകയാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. ക്ലിയർ ആണോ? ജസ്റ്റ് പ്രയോറിറ്റി ഓർഡർ അവർ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലുക്ക് ദ ചാർട്ട് ഇപ്പോ പ്രോബ്ലംസ് ചെയ്യണ സമയത്ത് കേട്ടോ. ക്ലിയർ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ. So second question, this is the question. The IUPAC name of the compound is. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എന്താണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു നെയിം ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം തന്നെ നമ്മൾ ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നുള്ളത് നോക്കണം. വിച്ച് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്? ഏതാ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ? CN. CN നമ്മൾ എന്താ വിളിക്കുക? നൈട്രൈൽ എന്നാണ് വിളിക്കുക. പക്ഷെ ഒരു റിങ്ങില് സൈനൈഡ് ഗ്രൂപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇതേപോലെ സൈനൈഡ് ഗ്രൂപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്നത് എന്താണ്? സൈക്ലോ ഹെക്സെയിൻ കാർബോ നൈട്രൈൽ എന്നാണ്. റിങ്ങിലെ ആണ് ഈ ഈ ഗ്രൂപ്പ്. അപ്പൊ ഏത് ഗ്രൂപ്പുകളൊക്കെയാണ് നമ്മൾ ഈ കാർബോ എന്ന് പറയുന്ന പേരിൽ, അതായത് കാർബോക്സിലിക് ആസിഡ്, കാർബോ നൈട്രൈല്, കാർബോണിൽ ഹാലൈഡ് എന്നൊക്കെ വെക്കുന്നത്? ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. അങ്ങനെ ഗ്രൂപ്പുകളുണ്ട്, ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ ഈ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? കാർബോ നൈട്രൈൽ എന്ന് ഉപയോഗിക്കണം. ഒരിക്കലും നമുക്ക് സൈക്ലോ ഹെക്സൈൻ നൈട്രൈൽ എന്ന് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ചാർട്ടിൽ വ്യക്തമായിട്ട് നമ്മൾ ഏതൊക്കെയാണ് ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ചാർട്ട് നിങ്ങൾക്ക് തരാം, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ തരാം, ചാർട്ട് തരാം. അപ്പോൾ ഏതൊക്കെയാണ് ടെർമിനൽ ഫങ്ഷൻ? എന്താ ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് ചെന്ന് അവസാനിക്കും അല്ലേ? ടെർമിനൽ എൻഡിലായിരിക്കും ആ ഗ്രൂപ്പ്.
അല്ലേ? എൻഡിലായിരിക്കും, അവസാനിക്കുന്നല്ല, എൻഡിലായിരിക്കും ആ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് വരാൻ സാധ്യത? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ABCD ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. സോ വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? എന്തായാലും ഫങ്ഷണൽ ഗ്രൂപ്പിന് നമ്പർ 1 വരണം, ആൽഫബറ്റിക് ഓർഡറിൽ പേര് എഴുതണം. സോ വിച്ച് വിൽ ബി ദ കറക്റ്റ്? എന്തായാലും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് കട്ട് ചെയ്യാം. ദെൻ എയോ ബിയോ ഇതിലാണ് ഉത്തരം. സിമ്പിൾ അല്ലേ? ഏതായിരിക്കും? എ അല്ലേ? 2 ഈതയിൽ 2 മീതയിൽ സൈക്ലോബ്യൂട്ടൈൻ 1 പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കാർബോ നൈട്രൈൽ. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? കാർബോ നൈട്രൈൽ എന്തുകൊണ്ട് വെച്ചെന്ന് മനസ്സിലായോ? ഡയറക്റ്റ് ആയിട്ട് റിങ്ങില് ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കണം. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇപ്പൊ നിങ്ങൾ ഇതിന് സൈക്ലോ ഹെക്സൈൻ നൈട്രൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എത്ര കാർബണാറ്റ് ഉണ്ട്? ഇതിൽ എത്ര കാർബണാറ്റ് ഉണ്ട്? സൈക്ലോ ഹെക്സൈൻ നൈട്രൈൽ ആണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ ഇതിൽ എത്ര കാർബണാറ്റ് ഉണ്ട്? 6 അല്ല, ഇവിടെയോ 6ഉം 1 7. കണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത് കേട്ടോ, കാർബോ എന്ന് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. ഇനി കുറെ പ്രോബ്ലംസ് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്, നമ്മൾ വീഡിയോസ് ഒക്കെ മനസ്സിലിരുന്ന് കണ്ടോളും. അധികം ലെങ്ത് ഒന്നും ഇല്ല വീഡിയോസിന് കേട്ടോ, ചെറിയ ചെറിയ വീഡിയോസുകളാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. IUPAC name of the compound is? IUPAC name of the compound is. So which is the main functional group? അപ്പൊ ആദ്യം കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതിലേതാണ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്? വിച്ച് ഈസ് ദ മെയിൻ അത് നമ്മൾ എന്ത് നോക്കണം? പ്രയോറിറ്റി ഓർഡർ നോക്കണം. നോക്കിയേ ഏതൊക്കെ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട്. OH ഉണ്ട്, OHന്റെ പൊസിഷൻ എത്രയാ? 10. CN ഉണ്ട് 6 അല്ലേ? പിന്നെ ബ്രോമിൻ ആണ്, ബ്രോമിൻ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലല്ലോ. അപ്പൊ ആർക്കാ പ്രയോറിറ്റി? CN അല്ലേ? CN അല്ലേ പ്രയോറിറ്റി? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി കട്ട് ചെയ്യാം. ഇനി CN നമ്പർ 1 വരണ്ടേ? CN നമ്പർ 1 വരണം അല്ലേ? ആസ് പെർ റൂൾ അല്ലേ? സോ ഇവിടെ നമ്പർ 1 വരണം. ബാക്കി ദിസ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂവന്റ്, ദിസ് ഈസ് ഓൾസോ എ സബ്സ്റ്റിറ്റ്യൂവന്റ്. അപ്പോൾ 2 ഇവിടെ പോവും, 3 ഇവിടെ പോവും. അപ്പൊ 2 ബ്രോമിൻ, 3 ഹൈഡ്രോക്സി. ആൻസർ ഈസ് ഓപ്ഷൻ സി. അതായത് ഒരു കോമ്പൗണ്ടില് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പേ ഉണ്ടായിരിക്കത്തുള്ളൂ, ബാക്കിയുള്ളതെല്ലാം സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിരിക്കും. OH എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്. അതിന് കാരണം എന്താ? സൈനൈഡ് എന്ന് പറയുന്നത് എന്താ? ഫങ്ഷണൽ ഗ്രൂപ്പാണ്. പേരിടുമ്പോൾ, അതായത് നമ്മൾ പേരില് ഒരാൾ മാത്രമേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. അപ്പൊ അവിടെ നിന്ന് അയാൾക്ക് എന്ത് വേണം? ലോവസ്റ്റ് പൊസിഷൻ കൊടുക്കണം. അപ്പൊ 1 അവിടെ കൊടുത്ത പിന്നെ 2 ബ്രോമിൻ 3 OH, അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ചോദ്യം. ബാക്കി എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യം IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്സ്. ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് എന്താ? വിച്ച് ഈസ് ദ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതിൽ ഏതാണ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്? അപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് നോക്കുക. OH ഉണ്ട്, NH2 ഉണ്ട്, CH3 ഉണ്ട്. CH3 എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് ബെൻസീനിൽ വരുമ്പോൾ നമുക്ക് എടുക്കാം, പക്ഷെ നമുക്ക് പ്രയോറിറ്റി നോക്കിയാൽ മതി. പ്രയോറിറ്റി അനുസരിച്ചിട്ട് ആരാ വരണമെന്ന് നോക്കിയാൽ പ്രയോറിറ്റി അനുസരിച്ചിട്ട് OH ആണ് വരണത് അല്ലെ? NH2 താഴെയല്ലേ? OH ആണ് വരണത്. അപ്പൊ ഈ കോമ്പൗണ്ട് എന്തായിരിക്കും? ഫീനോൾ ആയിരിക്കും. സോ ആൻസർ സി കട്ട് ചെയ്യാം, ആൻസർ ഡി കട്ട് ചെയ്യാം. ഇനി ഫീനോളിന് എന്ത് കൊടുക്കണം? OHന് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. അപ്പൊ OHന് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ നോക്കിയേ, നമുക്ക് ക്ലോക്ക് വൈസ് പോവുകയാണെങ്കിൽ അമീൻ
അമീൻ അല്ല, ദിസ് ഈസ് സബ്സ്റ്റിറ്റ്യൂവന്റ്, ദിസ് ഈസ് ഓൾസോ സബ്സ്റ്റിറ്റ്യൂവന്റ്. ഇനി അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പ്രസക്തി ഇല്ല. അപ്പോ നമ്മൾ ഈ നമ്പർ ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ് പോകുന്നതെങ്കിൽ ഇവിടെ 2 ഇട്ട് കൊടുക്കാം, ഇവിടെ 3 ഇട്ട് കൊടുക്കാം, അല്ലേ? അങ്ങനെ കൊടുക്കാം. അപ്പോ പൊസിഷൻ എന്ന് പറയുന്നത് ഇയാൾക്ക് എന്തായാലും 1 വരും, ഇയാളുടെ പൊസിഷൻ എന്തായാലും 1 വരും ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. അപ്പൊ ബാക്കി വരണത് 2ലും 3ലും ആണ്. ഇനി വേറൊരു കുട്ടി പറയാണ് എനിക്ക് ഇങ്ങനെ കൊടുക്കാതെ ഇങ്ങനെ കൊടുത്തൂടെ ചോദിക്കുകയാണ്, 2ഉം 3ഉം ഇങ്ങനെയും കൊടുത്തൂടെ? അപ്പോഴും പൊസിഷൻ എന്ത് തന്നെയാണ്? 2ഉം 3ഉം. അതായത് സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ പൊസിഷൻ സെയിം ആയിട്ട് വരാണ്, ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും സെയിം ആയിട്ട് വരാണ്. അങ്ങനെ വരുന്ന സമയത്ത് IUPAC പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ന് നോക്കണം നിങ്ങൾ. ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കുക. ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ച് നിങ്ങൾ നമ്പർ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂവന്റ് പേര് NH2 എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂവന്റ് പേര് അമീനോ എന്നാണ്. CH3 എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂവന്റ് പേര് മീഥൈൽ എന്നാണ്. ഇങ്ങനെയാണ് അതിന്റെ പേര്, പ്രിഫിക്സ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ 3 കൊടുക്കാം, ഇവിടെ 5 കൊടുക്കാം. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഫീനോളാണ്. ഫീനോളിൽ 3ാമത്തെ പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ്, 5ാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ്. സോ ദിസ് ഈസ് ദ കറക്റ്റ് നമ്പർ. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കണേ. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? അതായത് OH ആണ് ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ്, NH2ഉം CH3യും സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്. അപ്പൊ ആദ്യം നോക്കേണ്ടത് OHന് മിനിമം കിട്ടണം. അപ്പൊ OHന് എന്തായാലും നമ്മൾ 1 ഇട്ടു, ബാക്കി സബ്സ്റ്റിറ്റ്യൂവൻസിന് മിനിമം കിട്ടണം. അപ്പൊ നിങ്ങൾ ക്ലോക്ക് വൈസ് പോയാലും ആന്റി ക്ലോക്ക് വൈസ് പോയാലും ഒരേ നമ്പറിംഗ് ആണ്. അതുകൊണ്ട് ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ചിട്ട് അമിനോനെ പ്രിഫറൻസ് കൊടുത്തിട്ട് നമ്മൾ എടുത്തു. ക്ലിയർ ആണോ? Okay, so next question. IUPAC നെയിം, ഇതിന്റെ പേരെന്താണ്? IUPAC നെയിം. So this is an amine. This is an amine. അമീനാണ് അല്ലേ? അമീനാണ്. എന്ത് അമീനാണ്? ടെറിഷറി അമീനാണ്. കാരണം നൈട്രജൻ ഈസ് കണക്റ്റഡ് ടു 3 കാർബൺ അല്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടെറിഷറി അമീൻ വരുമ്പോൾ നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ നോക്കണ്ടേ? ലോങ്സ്റ്റ് ചെയിൻ ഏതായിരിക്കും? ദിസ് വൺ, 2 കാർബൺ ആയിട്ടുള്ള ചെയിൻ അല്ലേ? ലോങ്സ്റ്റ് ചെയിൻ ബെൻസീൻ. ബെൻസീൻ എന്ന് പറയുന്നത് റിംഗ് അല്ലേ? ഇത് ബെൻസീൻ അല്ല, ദിസ് ഈസ് ഫിനൈൽ. മനസ്സിലായോ? ദിസ് ഈസ് മീഥൈൽ ആൻഡ് ദിസ് ഈസ് ഈഥൈൽ. ചെയിൻ എടുക്കുമ്പോൾ നമുക്ക് 2 കാർബണുള്ള ചെയിനല്ലേ കിട്ടുള്ളൂ. നോക്കിയേ, 1 2 അല്ലേ? ഓക്കെ, അപ്പൊ ഇയാളുടെ പേരെന്തായിരിക്കും? എന്തായിരിക്കും? N-methyl N-phenyl ethanamine. Option B. Okay. ചെയിൻ കൂടുതൽ ഈഥൈലിനല്ലേ? മറ്റേത് ഫിനൈലാണ്. ഓക്കെ, അവിടെ 6 കാർബൺ ആയിട്ടുള്ള ചെയിൻ ആക്കി എടുക്കാൻ പറ്റും നമുക്ക്? പറ്റുമോ? പറ്റില്ലല്ലോ. പറ്റില്ല. അപ്പൊ N-methyl N-phenyl ethanamine കേട്ടോ. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് നെയിം. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നിങ്ങൾ പതുക്കെ ചെയ്യുക, ഉത്തരം തെറ്റിക്കോട്ടെ കേട്ടോ. ലേൺ ഫ്രം മിസ്റ്റേക്സ്. ഞാൻ ഇപ്പോഴും പറയാണ്, ലേൺ ഫ്രം മിസ്റ്റേക്സ്, then only you will succeed. തെറ്റുകളിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി നിങ്ങൾ ചെയ്തോ? ഉത്തരങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക, തെറ്റിക്കോട്ടെ, നമുക്കത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, വേഗം. ആദ്യം നമ്മൾ ചാർട്ട് വേണമെങ്കിൽ ഞാൻ ചാർട്ട് തരാം, നിങ്ങൾ ചോദിച്ചാൽ മതി. ചാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചാർട്ടിന്റെ സ്ക്രീൻ തരാം.
ഇവിടെ ചാർട്ടിന്റെ ആവശ്യമില്ല. ദർ ഈസ് നോ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ പിന്നെ മൾട്ടിപ്പിൾ ബോണ്ട് നോക്കുക. മിനിമം മൾട്ടിപ്പിൾ ബോണ്ട് കൊടുക്കുക. മൾട്ടിപ്പിൾ ബോണ്ടും ഇല്ലെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻസിലോട്ട് പോവാം. കേട്ടോ? ഓക്കെ, ഒന്ന് ട്രൈ ചെയ്തേ വേഗം. കിട്ടിയോ? സോ ഡബിൾ ബോണ്ടിനാണ് നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ്. ഡബിൾ ബോണ്ടിന് 1 കിട്ടണം അല്ലേ? ഓക്കെ, കമന്റ് ചെയ്യട്ടെ എല്ലാവരും. കമന്റ് ചെയ്യേ. ഓപ്ഷൻ എ കട്ടായി, ഓപ്ഷൻ ബി കട്ടായി. 1 അല്ലേ? ഇനി ക്ലോറിന് 1 കിട്ടും, മീഥേലിന് 2 കിട്ടും, ബ്രോമിന് 3 കിട്ടും. വേറെ ഒന്നുമില്ല. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും കമന്റ് ചെയ്യണേ. ഓക്കെ, ഓക്കെ. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. നമ്മൾ MCQs വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്ഷൻസും കൂടി നമ്മൾ നോക്കിക്കോളൂ. ബിക്കോസ് ദേ ആർ ഗിവിംഗ് അസ് ദ, നമ്മൾ ആ 4 ഒരെണ്ണം നമ്മുടെ കറക്റ്റ് ആൻസർ ആണെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ ഓപ്ഷൻസിന്റെ സഹായം കൂടി നമ്മൾ നോക്കിക്കോളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അതിന്റെ അകത്ത് ആദ്യം ആരൊക്കെയാ അവർ തന്നിരിക്കണേ നോക്കുക. കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, ഈതയിൽ ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ആർക്ക് പ്രിഫറൻസ് കൊടുക്കണം? കീറ്റോ ഗ്രൂപ്പിന്. ഇപ്പൊ കീറ്റോണ് 1 കൊടുക്കേണ്ടി വരും എന്തായാലും. കീറ്റോണ് 1 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പൊസിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങോട്ടാ പോവാന്നുള്ളത്. മൾട്ടിപ്പിൾ ബോണ്ടിലോട്ട് പോകണം. മൾട്ടിപ്പിൾ ബോണ്ട് ക്ലോക്ക് വൈസിലാണ് കിടക്കണം, റൈറ്റ് സൈഡിലാണ് കിടക്കണം. ദെൻ യു വിൽ ഹാവ് റൈറ്റ് ആൻസർ. സോ കീറ്റോ ഗ്രൂപ്പിന് കൊടുക്കുമ്പോൾ വേഗം കമന്റ് ചെയ്യേ. കീറ്റോ ഗ്രൂപ്പിന് കൊടുക്കുമ്പോൾ തന്നെ ഓപ്ഷൻ എ കട്ടായി, ഓപ്ഷൻ ബി കട്ടായി, ഓപ്ഷൻ ഡി കട്ടായി അല്ലേ? യു വിൽ ഗെറ്റ് ദ ആൻസർ ഓപ്ഷൻ സി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ആൻസർ അങ്ങനെ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ചെയ്യാം. ആൻസർ നമ്മുടെ മുന്നിൽ ഉണ്ട് 4 ഒരെണ്ണം. അപ്പോ നിങ്ങൾ ക്വസ്റ്റ്യനും ആൻസർ ഓപ്ഷൻസും ജസ്റ്റ് ഒന്ന് നോക്കി. കാരണം നമ്മൾ നോക്കിയിട്ട് ആൻസർ എഴുതിയിട്ട് ഓപ്ഷൻ നോക്കാൻ നിൽക്കണ്ട കേട്ടോ. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ആദ്യം നമ്മൾ നോക്കേണ്ടത് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് നോക്കുക. മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പിന് മിനിമം കിട്ടണം. OH എന്ന് പറയുന്നത് ഒരു ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല, ഒരു നോൺ ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നോക്കുക. മിനിമം OHന് കിട്ടുന്ന പൊസിഷൻ സെലക്ട് ചെയ്യുക. ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും OHന്റെ പൊസിഷൻ സെയിം ആണെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടോ നോക്കുക. മൾട്ടിപ്പിൾ ബോണ്ട് ഇല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ പൊസിഷൻ നോക്കുക. ഒന്ന് ട്രൈ ചെയ്തേ. ആരാ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്? OH അല്ലേ? യെസ്, OH ആണ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ സി കട്ട് ചെയ്യാം അല്ലേ? ഫസ്റ്റ് തന്നെ യെസ്. ഇനി ബിയും ഡിയും അതിലാണ് ഉത്തരം വരുന്നത്. അപ്പൊ എവിടെ നിന്ന് ചെയിൻ വരണമെന്ന് തൊട്ട് നോക്കിയാൽ മതി. ആ ചെയിൻ വരുന്ന പൊസിഷൻസ് ഒക്കെ നോക്കിയാൽ മതി. പിന്നെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് തന്നിരിക്കണം എന്നൊക്കെ നോക്കുക. വേറെ ഒന്നുമില്ല. കിട്ടിയിട്ടാവല്ലോ ഇല്ലേ? ബി അല്ല, ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ച് ബി അല്ല വരാ.
കാരണം പൊസിഷൻസ് ഒക്കെ സെയിം അല്ലേ? 145 145 ഇപ്പൊ ആൽഫബറ്റിക്കൽ ഓർഡർ ആണ്, അതിൽ മാത്രമാണ് ഒരു ഡിഫറൻസ് കാണിച്ചത് അല്ലേ? അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ നോക്കുക. കീറ്റോൺ ഉണ്ട്, ആസിഡ് ഉണ്ട്. ആസിഡ് ആണ്. അപ്പൊ ആസിഡിന് മിനിമം കിട്ടണം. ആസിഡിന് മിനിമം കിട്ടണമെങ്കിൽ ആകെ കൂടി ഒരെണ്ണേ ഉള്ളൂ ഓപ്ഷൻ അല്ലേ? ആസിഡിന് മിനിമം കിട്ടുന്ന ഓപ്ഷൻ ഒരെണ്ണല്ലേ ഉള്ളൂ. കാരണം ഇത് കീറ്റോൺ ആണ്, ഇത് ആസിഡ് ആണ്, ഇത് കീറ്റോൺ ആണ്, ഇത് ആൽക്കഹോൾ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. കിട്ടിയ എല്ലാവർക്കും? ഓപ്ഷൻ ബി. ചിലതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടും ഇങ്ങനെ. ഓക്കെ, അടുത്ത ചോദ്യം. കണ്ടോ? നെക്സ്റ്റ് എന്റെ ഓപ്ഷൻ തരാം. ഇതാണ് ഓപ്ഷൻ. ഒന്ന് ട്രൈ ചെയ്തേ. ഏതൊക്കെ ഗ്രൂപ്പുകൾ ആദ്യം ഉണ്ടെന്ന് നോക്കുക കേട്ടോ. ഏതൊക്കെ ഗ്രൂപ്പുകൾ അതിൽ ഉണ്ടെന്ന് നോക്കുക. ഏതൊക്കെ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട്? ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ആൽഡിഹൈഡും കീറ്റോണും ഉണ്ട്. NO2 എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല. UPSCയുടെ നെയിമിങ്ങില് അതൊരു സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകളേ ഉള്ളൂ. ഒന്ന് ആൽഡിഹൈഡും ഒന്ന് കീറ്റോണും. ആർക്കാണ് പ്രിഫറൻസ് നോക്കുക. പ്രിഫറൻസ് ഉള്ള ആൾക്ക് ലോവർ പ്രിഫറൻസ് ആൽഡിഹൈഡിന്. അപ്പൊ ആൽഡിഹൈഡിന് മിനിമം കിട്ടണം. ആൽഡിഹൈഡ് ഒരു ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് അവിടെ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ബാക്കി പേരൊക്കെ നോക്കുക. നോക്കിയേ. So this will be number 1, this will be number 2, this will be number 3, this will be 4, this will be 5, this will be 6, and this will be 7. So answer is option C. കിട്ടിയ എല്ലാവർക്കും? C അല്ലേ? മൂന്നാമത്തെ പൊസിഷനിൽ ഓക്സോ കീറ്റോ, നാലാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിൽ മീതയില്, ആറാമത്തെ പൊസിഷനിൽ നൈട്രോ, ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നാലാമത്തേല്. ഓക്കെ അല്ലേ? Okay, so next question. ഐഡന്റിഫൈ ദ സ്ട്രക്ചർ. അതായത് അവരൊരു പേര് തന്നിട്ടുണ്ട്, അതിൽ ആ പേരനുസരിച്ചിട്ട് സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാം. ഐഡന്റിഫൈ ദ സ്ട്രക്ചർ. ഐഡന്റിഫൈ ദ സ്ട്രക്ചർ. 3-oxo 2-methyl 4-hex methyl hex 4-enal. ഇതാണ് സംഭവം. 3-oxo ബി ആണ്.
ബിയിൽ എങ്ങനെ മൂന്നാമത്തെ പൊസിഷനിൽ ഓക്സോ വരണേ? അതെ, പക്ഷെ ശരിക്കും അവിടെ ഇത് ശരിക്കും നോക്കിയാ ബി എന്ന് പറയണത് എങ്ങനെയല്ല വരുന്നത്? ഒന്ന്, ഇതൊന്ന്, ഇത് രണ്ട്, ഇത് മൂന്ന്. മൂന്നാമത്തേൽ ഓക്സോ വേണ്ടേ? അവിടെ ഇല്ല. മൂന്നാമത്തേൽ ഓക്സോ ഒന്നിലും ഇല്ലേ? ഇവിടെ ഉണ്ട്, പക്ഷെ അവിടെ രണ്ടിലും മീതയിലില്ല, സിയില്. ഇവിടെയും ഇല്ല. കറക്റ്റ് ആൻസർ ഇല്ലേ? നമുക്ക് സ്ട്രക്ചർ വരച്ചു നോക്കാം. എന്താ പറഞ്ഞവര്? 3 ഓക്സോ 2 മീതയിൽ ഹെക്സ് 4 ഈനാലല്ലേ? അപ്പൊ ഹെക്സ് എടുക്കുക. ഹെക്സ് എത്ര എണ്ണം വരും? 1, 2, 3, 4, 5, 6. അതില് മൂന്നാമത്തേല് ഓക്സോ, ദാറ്റ് ഈസ് കീറ്റോൺ. രണ്ടാമത്തേല് മീതയില്. ഒന്നാമത്തേല് ആൾഡിഹൈഡ്. പിന്നെ നാലാമത്തേലും അഞ്ചാമത്തേന്റെ ഇടയിൽ ഡബിൾ ബോണ്ട്. 1, 2, 3, 4. ഇവിടെ ഡബിൾ ബോണ്ട്. ഇത് CH3. ഇത് H അല്ലേ? ഇത് H, ഇത് H. ഇതാണ് ശരിക്കുള്ള സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്ത് എന്ന് പറഞ്ഞിട് സ്ട്രക്ചർ. ഓക്കെ, ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following compound IUPAC name. ഉള്ളൂ നോക്കുക. യെസ്, ഓപ്ഷൻ ഡി അല്ലേ? ഡി അല്ല, കാരണം OH ആണ്. OH മിനിമം വരണ്ടേ? അപ്പൊ 1, 2, 3. അപ്പൊ 2,2-ഡൈമീഥൈൽ പ്രൊപ്പാൻ 1 മോൾ. ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഡൗട്ട് ചോദിക്കുക. നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ വല്ല നിങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഉത്തരം അനുസരിച്ച് നിങ്ങളുടെ ആൻസർ തെറ്റി വരുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് പോണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. IUPAC name. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നും ഇല്ല. ഇപ്പൊ മൾട്ടിപ്പിൾ ബോണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അല്ലേ? മൾട്ടിപ്പിൾ ബോണ്ടിന് മിനിമം കിട്ടണ്ടേ? അതിന്റെ ലോങ്സ്റ്റ് ചെയിനിലോട്ട് പോവാ, അത്രേ ഉള്ളൂ. സ്റ്റുഡൻസ് നോക്കുക. എല്ലാവരും ആൻസർ ഇട്ടെ. ഒന്ന്, 2, 3, 4. ബ്യൂട്ടീൻ ആണല്ലേ? ബ്യൂട്ടീൻ അല്ലേ? സോ ഇത് പോയി, ഇത് പോയി, ഇത് പോയി. ആൻസർ ഈസ് ഓപ്ഷൻ ബി. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണല്ലേ ബ്യൂട്ടീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. IUPAC name. ഇവിടെ ആൽക്കെയിൻ ആണ്, വേറെ ഒന്നുമില്ല. ആൽക്കെയിൻസ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം.
ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുക. ഒന്നിലധികം ലോങ്സ്റ്റ് ചെയിൻ ഉണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഉള്ള ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. ചെയ്തേ. ആൽക്കൈൻ ആണ്. അവർ ഓൾറെഡി ചെയിൻ തന്നിട്ടുണ്ടല്ലേ നമ്പർ ഇട്ടിട്ട്. ഓക്കെ, പിന്നെ വേറെ ഒന്നും നോക്കണ്ട, ജസ്റ്റ് പേര് എഴുതിയാൽ മതി. എളുപ്പത്തിന് അവർ തന്നിട്ടുണ്ട്. ബി അല്ലേ? നിങ്ങൾ പറഞ്ഞ ആൻസറും കറക്റ്റ് ആണ്, ബി. അടുത്ത ചോദ്യം. IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. സ്ട്രക്ചർ ആദ്യം വരയ്ക്കുക, നമ്പർ ചെയ്യുക, ഓപ്ഷൻസ് നോക്കുക, ഉത്തരത്തിലോട്ട് വരാം. എന്തായി? CH3, CH, CH3, CH, ഡബിൾ ബോണ്ട് CH, CH, OH, CH3. This is the compound. OH ആണ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. ആലോചിക്കുക. അപ്പൊ തന്നെ ഉത്തരമായി. OH ആണ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരമായി. ഇനി വേറെ നോക്കണ്ട അല്ലേ? ഓപ്ഷൻ എ അല്ലേ? കാരണം എന്താ, OHന് മിനിമം കിട്ടണ്ടേ? അപ്പൊ 1, 2 അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ 2 ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എയിൽ മാത്രമല്ലേ ഉള്ളൂ. ഉത്തരായില്ലേ? സോ സിമ്പിൾ. അടുത്ത ചോദ്യം. IUPAC നെയിം. എന്തായിരിക്കും? CN എന്ന് പറയുമ്പോൾ നൈട്രൈൽ അല്ലേ? CN എന്ന് പറഞ്ഞ നൈട്രൈൽ ആണ്. അപ്പോ A പോയി, D പോയി. ദെൻ കോമ്പറ്റീഷൻ ഈസ് ബിറ്റ്വീൻ B ആൻഡ് C. ഏതായിരിക്കും വരാം? So this will be 1, this will be 2, this will be 3, this will be 4, this will be 5. 5 കാർബൺ ഇല്ലേ? 5 ഇല്ലേ? CN ഒരു ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ അത് കൗണ്ട് ചെയ്യണ്ടേ? ആ കാർബണും കൗണ്ട് ചെയ്യണ്ടേ? കൗണ്ട് ചെയ്യണം കേട്ടാ. സോ 1, 2, 3, 4, 5 പെൻഡെയിൻ നൈട്രൈൽ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ കണ്ടോ? ഈ CN അവിടെ നിന്നാണ് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് നൈട്രൈൽ എന്ന് വെച്ചത്. ഇപ്പൊ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക. ഇയാളുടെ പേര് എന്തായിരിക്കും? സൈക്ലോ പെൻഡെയിൻ നൈട്രൈൽ എന്ന് പറയോ? ഇല്ല. എന്താ പറയാ? കാർബോ നൈട്രൈൽ. വ്യത്യാസം മനസ്സിലായോ? ഓക്കെ. അടുത്ത ചോദ്യം. IUPAC നെയിം. ചെയ്തിട്ട് 2 ആദ്യത്തെ ചെയ്യേ 577.
കിട്ടിയോ? 577 കിട്ടിയോ? ആദ്യം സി. അപ്പൊ അതില് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഇല്ല, മൾട്ടിപ്പിൾ ബോണ്ടുകൾ ഇല്ല, സബ്സ്റ്റിറ്റ്യൂവൻസ് മാത്രമേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂവൻസിന് പ്രത്യേകിച്ച് പ്രയോറിറ്റി ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവസ്റ്റ് നമ്പർ റൂൾ തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഇവിടെ നിന്ന് നമ്പർ ചെയ്ത 1 2 അല്ലേ മിനിമം വരണേ? 1 1 2 അതല്ലേ മിനിമം വരാ? ദാറ്റ് മീൻസ് രണ്ടാമത്തേൽ എത്തോക്സി, ഒന്നിലും ഡൈമീതയിൽ സൈക്ലോഹെക്സേൻ. ആൻസർ ഈസ് ഓപ്ഷൻ എ. മനസ്സിലായോ? നിങ്ങൾ മറ്റോണെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദേ, അതായത് സി ആണ് ഓപ്ഷൻ വരുന്നതെങ്കിൽ നോക്കിട്ടോ, കാരണം ദർ ഈസ് നോ പ്രയോറിറ്റി. ഇവർക്ക് ആർക്കും പ്രയോറിറ്റി ഇല്ലല്ലോ, എല്ലാം സബ്സ്റ്റിറ്റ്യൂവൻസ് അല്ലേ. അപ്പോ ദേ ഇതാണ് അവർ തന്നിരിക്കുന്നത്. ഇപ്പൊ ഇത് ഈ നമ്പറിങ് നമ്മൾ ഇട്ടെന്ന് വിചാരിക്കുക, ദിസ് വിൽ ബി 1, ദിസ് വിൽ ബി 2. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 2 2 ഇങ്ങനെയാണ് വരിക. അപ്പൊ നിങ്ങൾ നോക്കിയേ, 1 1 ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ 2 വന്നപ്പോ ഇവിടെ എന്താ വന്നേ? 1 വന്നേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതെടുക്കാൻ പറ്റില്ല? ഈ നമ്പറിംഗ് സിസ്റ്റം എടുക്കാൻ പറ്റില്ല. ഈ നമ്പറിംഗ് സിസ്റ്റം ആണ് എടുക്കേണ്ടത്. സോ ആൻസർ ഈസ് 2 എത്തോക്സി 1 ഡൈമീതയിൽ സൈക്ലോഹെക്സൈൻ. ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാ UPSC-ന്. ഇവിടെയും നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഇല്ല. നിങ്ങൾ മനസ്സിലായി? ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ ഇവരെ ഈ ചാർട്ടിലുള്ള ഇത് കണ്ട, ആസിഡ് കണ്ട, എസ്റ്റർ, ആസിഡ് ഹാലൈഡ്, അമൈഡ്, നൈട്രൈല്, ഐസോനൈട്രൈല്, അതുപോലെ ആൽഡിഹൈഡ്, കീറ്റോൺ, ആൽക്കഹോൾ, അമീൻ. ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. മനസ്സിലായോ? ഈ ചാർട്ടിൽ കിടക്കുന്ന ആൾക്കാർ. മറ്റേതെല്ലാം സബ്സ്റ്റിറ്റ്യൂവൻസുകളാണ്. അപ്പൊ ഇതിലെല്ലാം സബ്സ്റ്റിറ്റ്യൂവൻസുകളാണ്. അപ്പൊ നമ്മൾ തൊട്ട് മുന്നിൽ പറഞ്ഞ സെയിം അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾ നോക്കട്ടെ, പോസിബിലിറ്റീസ് നോക്ക്. ഇപ്പൊ ഞാൻ ഈ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ആദ്യത്തെ ഇപ്പൊ ഞാൻ ഇവിടെ 1 ഇട്ടു, ഇവിടെ 2 ഇട്ടു, അപ്പൊ 3 4. അപ്പൊ ഞാൻ ഇങ്ങനെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ 1 2 4 ഇതാണ് വരാ. ഇത് ക്ലിയർ ആണോ? യെസ് സർ. മനസ്സിലായോ? ഇനിയിപ്പോ ഞാൻ നമ്പറിങ് മാറ്റി എന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ നിന്ന് നമ്പർ ഇട്ടു 1 2 3 4 5 1 2 5. ഇത് പറ്റില്ലല്ലോ? പറ്റില്ല, കാരണം 1 2 5 ആണ് വന്നത്. ഇനി ഞാൻ ഇവിടെ നിന്ന് നമ്പർ ഇട്ടു എന്ന് വിചാരിക്കുക, നൈട്രോഡ് അവിടെ നിന്ന്. അപ്പൊ 1 3 4. അതും പറ്റില്ലല്ലോ, കാരണം 1 3 4 ആണ്. അതായത് മിനിമം വരണത് ഏതിലാ? 1 2 4 വരണേ അല്ലേ? അപ്പൊ കറക്റ്റ് നമ്പറിങ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ക്ലോറിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ക്ലോറിന് പ്രയോറിറ്റി ഉണ്ടായത് കൊണ്ടാണോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണേ? ആണോ? അല്ല, ക്ലോറിന് പ്രയോറിറ്റി ഒന്നും ഇല്ല. പക്ഷെ ലോവസ്റ്റ് നമ്പർ റൂൾ അപ്ലൈ ചെയ്യണം നമ്മൾ ചെയ്യണുള്ളൂ, വേറെ ഒന്നും ചെയ്യണില്ല. ഓക്കെ, സോ ആൻസർ ഈസ് എന്തായിരിക്കും? എ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇപ്പോ ഇതേ ചോദ്യം അവരിങ്ങനെ തന്നു വിചാരിക്കുക. ക്വസ്റ്റ്യൻ ഇവിടെ അവര് OH ഗ്രൂപ്പ് തന്നു, ഇവിടെ അവര് CH3 തന്നു, ഇവിടെ അവര് ക്ലോറിൻ തന്നു. ഇപ്പൊ നമ്പർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? OH നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് മിനിമം നോക്കണം. മനസ്സിലായോ? OH നിന്ന് നമ്പറിങ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 1 എന്തായാലും ഇവിടെ നിന്ന് തുടങ്ങണം. ഇനി നിങ്ങൾ നോക്കുക, ഈ ഡിറക്ഷനിൽ പോകുമ്പോഴാണോ മിനിമം കിട്ടുന്നത്, ഈ ഡിറക്ഷനിൽ പോകുമ്പോഴാണോ മിനിമം കിട്ടുന്നത് നോക്കുക. അത്രേ ഉള്ളൂ. ഏത് ഡിറക്ഷൻ ആയിരിക്കും? നിങ്ങൾ നോക്കിയേ, 2 3 4. അപ്പൊ 3 4 അല്ലേ? നമ്മൾ ഈ ഡിറക്ഷൻ പോവാണെങ്കിൽ 2 3 4 5 4 5. അപ്പൊ ഏതായിരിക്കും ഡിറക്ഷൻ? ഇത് 2 3 4 5 6. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question.
ഇതാണ് നമ്മുടെ ചാർട്ട്. ചെയ്യാൻ പറ്റാവോ? This is the chart. Okay. ഏതായിരിക്കും? ആർക്ക് പ്രയോറിറ്റി? വോയിസിനല്ലേ? Yes, sir. അപ്പോ ഇവിടുന്ന് നമ്പർ ചെയ്യണം. 1, 2, 3, 4, 5, 6 അല്ലേ? സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ ആണോ? Yes, sir. ഓക്കെ, അടുത്ത ചോദ്യം. യെസ്. ഡബിൾ ബോണ്ടിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലല്ലോ, അപ്പൊ മൾട്ടിപ്പിൾ ബോണ്ടിന് പ്രിഫറൻസ് കൊടുക്കണം. മൾട്ടിപ്പിൾ ബോണ്ടിന് ഒന്ന് കൊടുക്കണം. എന്നിട്ട് പിന്നെ ബാക്കി ലോവസ്റ്റ് നമ്പർ റൂള് സബ്സ്റ്റിറ്റ്യൂവൻസിന് നോക്കുക. ഇങ്ങനെ വരണേ നോക്കുക. ഇതാണ് സ്ട്രക്ചർ. ഓപ്ഷൻ ബി. ഈ സ്ട്രക്ചറിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുക. ഡബിൾ ബോണ്ട്. അപ്പോൾ ഇത് 1, ഇത് 2, ഇത് 3, 4, 5, 6. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോടെ. 1, 2, 3, 4, 5, 6. അപ്പൊ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എന്തായാലും 1 ഇവിടെയും ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ 1. പിന്നെ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ പൊസിഷൻ ഇവിടെ എത്രയില്ല? 4ലും 6ലും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ പൊസിഷൻ 3ലും 5ലും. അപ്പൊ ഏതെടുക്കണം? ഇതെടുക്കണം അല്ലേ? സോ 3 നൈട്രോ 5 മെത്തോക്സി സൈക്ലോ എക്സി. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? ഓക്കെ സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. സോ ഫസ്റ്റ് നമ്മുടെ നോക്കേണ്ടത് ഏതാണ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് നോക്കുക. എന്നിട്ട് ഓപ്ഷൻസ് നോക്കുക. കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് പിന്നെ നമ്പർ ചെയ്യാം. വീണ്ടും ഓപ്ഷൻസ് നോക്കുക. കട്ട് ചെയ്ത് കളയാം. ഓക്കെ.
കിട്ടിയില്ലേ? ഏതാ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്? ഏതാ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്? ഏതാ? ആൾഡിഹൈഡ് ഉണ്ട്, നൈട്രൈൽ ഉണ്ട് അല്ലേ? ഏതാ ഏതാ? നൈട്രൈൽ ദേ, ആൾഡിഹൈഡ് ദേ, നൈട്രൈൽ ആണ് അല്ലേ? നൈട്രൈൽ ആണ്. സോ ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ ഡി കട്ട് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കിയേ, നമ്പറിങ് എന്ന് പറയുമ്പോൾ എങ്ങനെ പോണം? 1 2 3 4 5 6 7. അപ്പൊ 2 CHO ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? 5 CH3 ഗ്രൂപ്പ് ഉണ്ട്, 3 ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ബിയില് ഇപ്പൊ ഒരു വ്യത്യാസം ഓപ്ഷൻസിൽ നമുക്ക് ഫീൽ ചെയ്യണത് എന്താ? ഒന്ന് ഫോർമൈൽ എന്ന് ഉപയോഗിച്ചു, ഒന്ന് ഓക്സോ എന്ന് ഉപയോഗിച്ചു. സോ വിച്ച് ഈസ് ദ കറക്റ്റ് വൺ? എന്താ തോന്നുന്നത്? ബി ആണോ സി ആണോ കറക്റ്റ്? ഏതാ കറക്റ്റ്? പറയേ, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു. ഏതാ കറക്റ്റ്? ബി ആണ്. അത് രണ്ടും കറക്റ്റ് ആണോ? പറയൂ പറയൂ പറയൂ. ഒരാൾ പറഞ്ഞു ബി ആന്ന്. ഇല്ല അല്ലേ, പറഞ്ഞിട്ടില്ല അല്ലേ? ആ പറഞ്ഞു 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 പറഞ്ഞു. ബാക്കിയുള്ളവരെ അറിയില്ല, അതാണോ കമന്റ് ചെയ്യാത്തത്? അതോ കൺഫ്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടാവില്ലേ? ഓക്കെ, ആൻസർ ബി ആണോ? ബി ആണോ? ആൻസർ ഇസ് ബി. നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ബി വന്നതെന്ന് മനസ്സിലായോ? ഫോർമാലിറ്റി സിംപ്ലസ്റ്റ് ആണ്, അതാണോ? അതായതേ, അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഈ കോമ്പൗണ്ടേ സി ഡബിൾ ബോണ്ടോ എച്ച്, CH2 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 CN ഇങ്ങനെയാന്ന് വിചാരിക്കുക. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, 1 2 3 4 5. അത് ആൾഡിഹൈഡിന് മാത്രം കൊടുക്കുന്ന ഒരു പ്രത്യേക റൈറ്റ് ആണ്. അതായത് ചെയിനിന്റെ എൻഡില് ആൾഡിഹൈഡ് വരികയാണെങ്കിൽ, ചെയിൻ സ്റ്റാർട്ട് ചെയ്തത് CN എന്നാണ്, ചെയിൻ ഇവിടെ അവസാനിച്ചത് ആൾഡിഹൈഡിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൾഡിഹൈഡിന്റെ കാർബൺ കൂടി ചെയിനിന്റെ പാർട്ടാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇയാളുടെ പേരെന്താണെന്നറിയോ? ദിസ് ഈസ് 5-ഓക്സോ പെന്റെയിൻ നൈട്രൈൽ എന്നാണ്. മനസ്സിലായോ? ആൾഡിഹൈഡിന് മാത്രമേ അങ്ങനെ ഒരു റൈറ്റ് കൊടുക്കണുള്ളൂ IUPAC. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ഇനി ഈ ആൾഡിഹൈഡ് ചെയിനിന്റെ പാർട്ടാക്കി എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഇപ്പൊ ഇതേപോലെ കണ്ടോ, അതായത് ചെയിൻ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയാണ്, ചെയിൻ അവസാനിച്ചത് ഇവിടെയാണ്. ദാറ്റ് മീൻസ് ആൾഡിഹൈഡ് ചെയിനിന്റെ പാർട്ടായിട്ട് എടുക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് യു ഹാവ് ടു ടേക്ക് ഫോർമൈൽ. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ബാക്കിയുള്ള എല്ലാവരും? ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
IUPACനെ ചെയ്തതാണോ അത്? ഓക്കെ, വേഗം. ആദ്യം തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂവൻസിന് ലോവസ്റ്റ് നമ്പർ എന്ന രീതിയിൽ നമ്പർ ചെയ്യുക, വേറെ ഒന്നുമില്ല. എന്തായാലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. ഓക്കെ, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ രണ്ട് ഗ്രൂപ്പുകൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ബെൻസീൻ റിങ്ങില് CH3 ഗ്രൂപ്പ് വരുമ്പോ IUPAC നെയിം അല്ലേ, അവന് വേണ്ട. ഓക്കെ, യെസ്, കുഴപ്പമില്ല. ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ നമ്പർ ഇങ്ങനെ നമ്പർ ചെയ്യണ്ടേ? ദിസ് വിൽ ബി 1, ദിസ് വിൽ ബി 2, ദിസ് വിൽ ബി 3, ദിസ് വിൽ ബി 4, ദിസ് വിൽ ബി 5, ദിസ് വിൽ ബി 6. അല്ല, നമ്പർ മിനിമം വരുള്ളൂ 1, 2, 4 അല്ലേ? അത് കിട്ടുള്ളൂ മിനിമം. സോ ടേക്ക് ദാറ്റ് വൺ. അടുത്ത ചോദ്യം. ഇനിയിപ്പോ ഇത് അവര് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബി ഓപ്ഷൻ എടുക്കാം കേട്ടോ. ഈ ഫസ്റ്റ് ഓപ്ഷൻ അവർ തന്നില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ബി ഓപ്ഷൻ ഓൾസോ. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് IUPAC കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ പദവിയാണ്. അതായത് ബെൻസീൻ റിങ്ങില് OCH3 ഗ്രൂപ്പ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പേര് വിളിക്കാം, അനിസോൾ. അതേപോലെ CH3 ഗ്രൂപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ കോൾ ടൊളുവീൻ, അങ്ങനെയും നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോ അതില്ലെങ്കിൽ നമുക്ക് എടുക്കാം, പക്ഷെ കറക്റ്റ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് വൺ. വളരെ ശ്രദ്ധിച്ചു. അതെ, കാരണം ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലല്ലോ, ഇപ്പൊ ഡബിൾ ബോണ്ടിന് മിനിമം കിട്ടണം. ഇപ്പൊ ഡബിൾ ബോണ്ടിന് മിനിമം കിട്ടണമെങ്കിൽ ഓപ്ഷൻ ഡി എന്തായാലും കട്ട് ചെയ്യാം, ഓപ്ഷൻ സിയും കട്ട് ചെയ്യാം. ഡബിൾ ബോണ്ടിന് മിനിമം കിടക്കുന്നത് എയിലും ബിയിലും ആണ്. നോക്ക്, ഉത്തരായില്ലേ? കാരണം ആ ഡബിൾ ബോണ്ടിന് മിനിമം കിട്ടണമെങ്കിൽ അവിടെ നിന്ന് നമ്പർ ചെയ്യണം, നിങ്ങൾക്ക് അപ്പൊ തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഡബിൾ ബോണ്ടിന് മിനിമം എങ്ങനെ കിട്ടുക? ഇവിടെ നിന്ന് നമ്പർ ചെയ്യണ്ടേ? 1, 2, 3, 4, 5. അപ്പൊ എത്രയാ? രണ്ടാമത്തേല് ഫിനൈൽ വേണം. എത്രയായില്ലേ? നാലാമത്തേല് ബ്രോമിൻ അല്ലേ? ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. കാരണം നമ്മൾ ചിലപ്പോൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ ആവില്ല. അപ്പൊ ക്ലിയർ ചെയ്യാ, സാർ അത് അങ്ങനെയാണോ ചോദിക്കണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്ത നമ്പറിങ്, ഇതൊക്കെ ചോദിച്ചോളൂ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. സ്ട്രക്ചർ ഒന്ന് നോക്കുക. CH3, CH, CH3, CH2, CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH, ഇവിടെ CH3, CH3. സോ ഇവിടെ ഡബിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ഡബിൾ ബോണ്ടിന് മിനിമം കിട്ടണം, അത്രേ ഉള്ളൂ. ഒന്ന് നോക്കിയേ,
ഒന്ന് C2H5 അല്ലേ ഇവിടെ? ഓക്കെ. എന്തായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 10 കാർബൺ എന്തായാലും വരുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഒക്ടയാണ്. ഓപ്ഷൻ സി കട്ട് ചെയ്യാം, ഹെക്സ ആണ്. ദെൻ ഡെക്ക ഡെക്ക. ഇനി ഇവിടെ നിന്ന് നമ്പർ ചെയ്താലോ? 1 2 3 4 5 6 7 8 9 10. സോ ഫസ്റ്റ് കേസിൽ 4ാമത്തെ പൊസിഷനിലും 6ാമത്തെ പൊസിഷനിലും, സെക്കൻഡ് കേസിലും 4ാമത്തെ പൊസിഷനിലും 6ാമത്തെ പൊസിഷനിലും ഡബിൾ ബോണ്ട് വരുന്നു. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ സെയിം ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് നോക്കണം? സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ പൊസിഷൻ നോക്കണം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂവന്റ് പൊസിഷൻ ഇവിടെ 2ലാണ് വരുന്നത്, ഇവിടെയോ 3ലാണ് വരുന്നത്, അല്ലേ? അല്ലേ? അപ്പൊ 2 എടുക്കണ്ടേ? 2 എടുക്കണ്ടേ? ഉത്തരല്ലേ? ഉത്തരമില്ല അല്ലേ? ഉത്തരം തെറ്റാന്നോ അല്ലേ? 1 2 1 2 3. കാരണം 1 2ലും 8ലും ആണ് വരുന്നത്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻസ് 2ലും 8ലും. ഇവിടെ വരുന്നത് 3ലും 9ലും ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇയാളുടെ പേരെന്തായിരിക്കും? 2,8 ഡൈമീഥൈൽ ഡെക്ക 4,6 ഡൈൻ. ഇതാണ് കറക്റ്റ് പേര്. അങ്ങനെ ഉണ്ട് ഒരെണ്ണം ഉണ്ടല്ലേ? ആൻസർ ഉണ്ട്. 2,8 ഡൈമീഥൈൽ 4,6 ഡെക്ക ഡൈൻ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ചെയ്യാട്ടോ ലൈവില് പ്രോബ്ലംസുകൾ. നെക്സ്റ്റ് നമുക്ക് IUPAC ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരു ദിവസം ക്ലാസ് ഇല്ലെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സ് പറയണത് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തോളൂ, വീഡിയോസുകൾ കണ്ടോളൂ. IUPACയുടെ 10-12 വീഡിയോസ് ഉണ്ട്. സ്മോൾ ഷോർട്ട് വീഡിയോസുകളാണ്. അപ്പൊ വീഡിയോസുകൾ എല്ലാവരും കാണുക. അതില് ഹോംവർക്ക് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും, അതെല്ലാവരും ആൻസർ ചെയ്യുക. ആൻസർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും കീ തരാം, നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ, ഹോംവർക്സിന്റെ. പിന്നെ നമുക്ക് ലൈവിൽ വരുമ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കാം. ഇനി നിങ്ങൾ ആ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം മാർക്ക് ചെയ്ത് വെക്കുക, അയച്ചു തരിക. അപ്പൊ നമുക്കത് ലൈവിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. പ്രോബ്ലംസ് ഇവിടെ പഠിക്കാൻ ശ്രമിക്കുക, സിമ്പിൾ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സ്മാർട്ട് വർക്ക് ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വലിയ ഹാർഡ് വർക്ക് എന്നല്ല നമ്മൾ പറയുന്നത്, സ്മാർട്ട് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യേണ്ടെന്നല്ല, ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷെ ഹാർഡ് വർക്കിനെ സ്മാർട്ട് വർക്ക് ആക്കി മാറ്റുക. സ്ട്രെയിൻ ഒട്ടും ഫീൽ ചെയ്യാത്ത രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.